മെയിൽ ചെയ്താലും ഇത് ഒറ്റ റൗണ്ട് ഒറ്റ വഴി ഇത്രയും കാലമായിട്ട് പഠിച്ചില്ല. ഓക്കെ, പ്രിയമുള്ള മാധ്യമ സുഹൃത്തുക്കളെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിനു ശേഷം പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നതിന് മധ്യേയാണ് ഈ ഒരു പത്രസമ്മേളനം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നതായിട്ടുള്ള വിഷയങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നവമാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ വലിയ തോതിൽ ദുരുപദിഷ്ടിതമായിട്ടുള്ള പ്രചരണങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്രീകൃതമായി ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ 5 വർഷക്കാലം പൂർത്തീകരിച്ചിരിക്കുന്ന എനിക്ക് വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കിയ ഒരു ദൂഷിച്ച പ്രചരണത്തിന് കൂടിയിട്ടാണ് ഞാൻ ഈ അവസരത്തിൽ മറുപടി നൽകാൻ ആഗ്രഹിക്കുന്നത്. അതായത് MP ഫണ്ട് വിനിയോഗത്തിൽ ഒരു നിശ്ചിത ശതമാനം തുക 4,40,00,000 രൂപ ലാപ്സാക്കി കളഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വേണ്ടാത്ത പ്രചരണമാണ് ഇടതുപക്ഷ കേന്ദ്രീകൃതമായി ഏതാനും ദിവസങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ചില മാധ്യമങ്ങൾ അതേ വാർത്ത യാഥാർത്ഥ്യമറിയാതെ പ്രസിദ്ധീകരിച്ച് ഫണ്ട് ലാപ്സാക്കി എന്നുള്ള ഒരു പ്രചരണം ഏറ്റെടുത്തിട്ടുണ്ടായി. ആ വാർത്താ മാധ്യമങ്ങളുടെ കുറിപ്പുകളും, അത് പ്രിന്റ് മീഡിയയുണ്ട്, ദൃശ്യമാധ്യമങ്ങളുമുണ്ട്, ഒരു ചാനലും അത് സംബന്ധിച്ച് മറ്റൊന്നും പരിശോധിക്കാതെ ദുരുപദിഷ്ടിതമായ ആ വാർത്ത പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ വന്ന അവാസ്തവമായ വാർത്തകൾ ഉയർത്തി കാണിച്ച് സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷ നേതാക്കന്മാരും സജീവ പ്രവർത്തകരുമൊക്കെ വലിയ തോതിലുള്ള രാഷ്ട്രീയ ആക്ഷേപങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ഘട്ടത്തിൽ അതിനൊരു ക്ലാരിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഈ കാര്യത്തിൽ ഒരു മറുപടി നൽകിയിരുന്നു. പക്ഷേ അതുകൊണ്ടും വ്യക്തത വരുന്നില്ല എന്നുള്ള തരത്തിൽ തന്നെ ചില ആളുകൾ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ഡോക്യുമെന്റ്സിന്റെ പിൻബലത്തോടു കൂടി തന്നെ ഈ കാര്യങ്ങൾ വിശദീകരിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് MP ഫണ്ട് വിനിയോഗത്തിൽ ഒരു പൈസ പോലും ഇടുക്കി MP എന്നുള്ള നിലയിൽ ഞാൻ ലാപ്സാക്കിയിട്ടില്ല എന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു പൈസ എങ്കിലും ലാപ്സാക്കിയിട്ടുണ്ട് എന്ന് ആധികാരികമായി തെളിയിക്കുന്നതിന് വേണ്ടി ഇത് സംബന്ധിച്ച് വാർത്ത കൊടുത്തിട്ടുള്ള മാധ്യമങ്ങളും ആരോപണം ഉന്നയിക്കുന്ന ഇടതുപക്ഷ പ്രവർത്തകരും തയ്യാറാകുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ MP ഫണ്ട് വിനിയോഗത്തിലെ നടപടിക്രമങ്ങൾ അറിയാവുന്ന ആളുകൾക്ക് ഇതിനെ സംബന്ധിച്ച് ബോധ്യമുള്ളതാണ്. ആധികാരികമായി ഞാൻ പറഞ്ഞിട്ടുള്ള വാർത്താക്കുറിപ്പിലും മറ്റ് ഡോക്യുമെന്റ്സിൽ നിന്നും നിങ്ങൾക്കത് വ്യക്തമാകുന്നതാണ്.
അതായത് 2024 മാർച്ച് മാസം 16-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച തീയതിക്ക് മുന്നേ തന്നെ എന്റെ പേരിൽ എന്ന് വെച്ചാൽ ഇടുക്കി MP എന്നുള്ള നിലയിൽ എനിക്ക് ലഭിച്ച മുഴുവൻ തുകയ്ക്കുമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിച്ചിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാവുന്നതാണ്. തെരഞ്ഞെടുപ്പിന് മുന്നേ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ലഭിച്ചാൽ ആ പ്രവൃത്തി പിന്നീട് പുരോഗമിക്കുകയും അത് പൂർത്തീകരിക്കേണ്ട സമയത്ത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. ഒരു നയാ പൈസ പോലും അതിൽ നിന്നും ലാപ്സ് ആകാൻ പോകുന്നില്ല. അപ്പോ എനിക്ക് ലഭിച്ചിരിക്കുന്ന തുക എന്ന് പറയുന്നത് 20 കോടി രൂപ ചില്ലുവാനാണ്. കുറച്ച് തുക കൂടി വരുന്നുണ്ട്. മൊത്തത്തിൽ വരുന്നത് അതിന്റെ കണക്ക് കൃത്യമായി സൂചിപ്പിച്ചാൽ 2019-2020 സാമ്പത്തിക വർഷം 5 കോടി രൂപയും 2020-2021 വർഷം കോവിഡിന്റെ പേരിൽ ഒരു പൈസ പോലും കേന്ദ്ര സർക്കാർ അനുവദിച്ചില്ല. 2021-22 സാമ്പത്തിക വർഷം ആ കണക്കിൽപ്പെടുത്തിക്കൊണ്ട് 2 കോടി രൂപ പിന്നീട് കോവിഡൊക്കെ കഴിഞ്ഞ് പിന്നീട് ഒരു വേള അനുവദിക്കുകയുണ്ടായി. 2022-23 വർഷം 5 കോടി രൂപയും 23-24 വർഷം 5 കോടി രൂപയും അങ്ങനെ ആകെ മൊത്തം 17 കോടി രൂപയാണ് ഒരു MP-ക്ക് ഈ രാജ്യത്ത് MP ഫണ്ടായി ഈ 5 വർഷത്തിൽ ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ആ 17 കോടി രൂപ 20 കോടി രൂപയായത് എങ്ങനെ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് എനിക്ക് മുമ്പുണ്ടായിരുന്ന MP അദ്ദേഹത്തിന്റെ അനുവദിച്ച തുകയിൽ നിന്നും ലാപ്സാക്കിയ 1,92,00,000 രൂപ കൂടി അതും അതിന്റെ പലിശയും ഒക്കെ തന്നെ കൂട്ടിച്ചേർത്താണ് 20 കോടി രൂപ എനിക്ക് വിനിയോഗിക്കുന്നതിന് സാധ്യമാണ്. അപ്പോ ഫണ്ട് ലാപ്സാക്കിയത് യഥാർത്ഥത്തിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന MP-യാണ്. ഏതാണ്ട് 2 കോടി രൂപയോളം അദ്ദേഹം ലാപ്സാക്കിയതിന്റെ എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങൾ എന്ന് വെച്ചാൽ ഫണ്ട് ലാപ്സായത് MP ഫണ്ട് ഗൈഡ് ലൈൻസ് അനുസരിച്ച് the unspent balance in the MP lakhs account left by the predecessor MP in a Lok Sabha constituency would be passed on to the successor MP from that constituency, and the district authorities should settle and close the amount of the concerned MPs after completing all other formalities എന്ന് പറയുന്ന ഗൈഡ്ലൈൻസ് പ്രകാരം 30/11/2023 എന്നുവെച്ചാൽ കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ എല്ലാത്തരം ഫോർമാലിറ്റീസും ഫുൾഫിൽ ചെയ്ത് അല്ലെങ്കിൽ അതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം 1,92,00,000 രൂപ മുൻ MP-യുടെ ലാപ്സ് ആയത് എന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരവാണ്, അതിന്റെ സർക്കാർ രേഖകളാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനർത്ഥം എന്താ? ഫണ്ട് ലാപ്സാക്കിയത് ഞാനല്ല, മുൻ MP-യാണ് ഫണ്ട് ലാപ്സാക്കിയത്. അതിനുശേഷം ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മുൻ MP-യുടെ കാലഘട്ടത്തിൽ 2019 ടെന്യൂർ പൂർത്തീകരിച്ചു. 2019 ടെന്യൂർ പൂർത്തീകരിച്ചപ്പോൾ അദ്ദേഹവും ഇടതുപക്ഷ നേതാക്കന്മാരും അവകാശപ്പെടുന്നത് പോലെ 100% എക്സ്പെൻഡിച്ചർ ആയിട്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തീകരിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ അവസാന പണം ലഭിച്ചത് ഞാൻ കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി രേഖകൾ അത് സംബന്ധിച്ച് ആർക്ക് വേണമെങ്കിൽ ഞാൻ തരാവുന്നതാണ്. 2022 ആണ് 16-ാം ലോക്സഭാ MP-യുടെ ഫണ്ട് ചെലവഴിച്ച് തീരുന്നത്. അത് ഇദ്ദേഹത്തിന്റെ നിന്ന് മാത്രമല്ല, കേരളത്തിലെ മുൻ MP-മാരുടെ എല്ലാവരുടെയും ഫണ്ട് ചെലവഴിച്ച് തീരുന്നത് 2022 ഡിസംബർ മാസത്തിലാണ്. 12/12/23 ചെലവഴിക്കപ്പെടാത്ത തുക ഇപ്പോഴുള്ള MP-മാരുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ പറയപ്പെടുന്ന കഥകളൊക്കെ വെറും കെട്ടുകഥകളാണ്.
ഒരു എം പിയുടെ ടെന്യൂർ പൂർത്തീകരിക്കുന്ന ആ ദിവസം തന്നെ മുഴുവൻ പൈസയും ഒരിടത്തും ചിലവാക്കപ്പെടുന്നില്ല. ചിലവാക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ വർക്ക് ഓൺഗോയിങ് ആയിരിക്കും, പക്ഷെ പദ്ധതി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ അതിന്റെ ഫുൾ എക്സ്പെൻഡിച്ചർ എന്ന നിലയിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കത്തുള്ളൂ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ ഫണ്ട് ലാപ്സായി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന കഥകളെല്ലാം വെറും കള്ളക്കഥകളാണ്. ഇപ്പോ ഈ കണക്കുകൾ പ്രകാരം ഫണ്ട് ലാപ്സാക്കിയത് മുൻ എം പിയുടെ കാലഘട്ടത്തിലാണ്. എന്റെ കാലഘട്ടത്തിൽ എനിക്ക് അനുവദിച്ച 20 കോടി രൂപ, അത് മുൻ എം പി ലാപ്സാക്കിയ ഏതാണ്ട് 2 കോടി രൂപ ഉൾപ്പെടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള 20 കോടി രൂപ കൃത്യമായി ഞാൻ ഭരണാനുമതി നേടിയെടുത്തിട്ടുണ്ട്. അത് ഈ ജില്ലയിലെ ഗ്രാമീണ മേഖലയിലുള്ള കൊച്ചു കൊച്ചു വികസന പദ്ധതികൾക്കാണ് കൂടുതലും പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. അതിന്റെ വർക്ക് ഓൺഗോയിങ് ആണ്. സമയബന്ധിതമായി തന്നെ അത് പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. അത് പൂർത്തീകരിക്കാൻ ഇനിയും ഏകദേശം 2 വർഷം കാലാവധിയും കേന്ദ്ര സർക്കാർ അനുവദിച്ച് തന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഭരണാനുമതി നേടിയ മുഴുവൻ പദ്ധതികളും ഒരു പൂർത്തീകരണം ഉണ്ടാവും. നല്ല നിലയിൽ തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, ഈ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം 5 വർഷക്കാലം അനുവദിച്ച എം പി ഫണ്ടിൽ നിന്ന് ഒരു നയാ പൈസ പോലും ലാപ്സാവില്ല എന്ന് ഞാൻ 100% ആധികാരികമായി തന്നെ ഉറപ്പു തരുന്നു. അപ്പൊ ഇത് ജനപ്രതിനിധികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഒക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ മുൻ എം പിയുണ്ട്, ഇടതുപക്ഷ നേതാക്കന്മാരുണ്ട്, മാധ്യമങ്ങളുണ്ട്. ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഫണ്ട് എക്സ്പെൻഡിച്ചർ ആകുന്നത്? ഒരു വർക്ക് പൂർത്തീകരിച്ച് കോൺട്രാക്ടർ ബില്ല് മാറി പോകുമ്പോഴാണ് അത് എക്സ്പെൻഡിച്ചർ എന്ന നിലയിൽ വെബ്സൈറ്റിൽ വരുന്നത്. ഇത് അറിയാവുന്ന ആളുകളാണ്, അറിയാത്തവരൊന്നുമല്ല ഈ ആക്ഷേപം. ഈ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കാത്ത ആളുകൾ, ഇതിനെക്കുറിച്ച് പഠിക്കാത്ത ആളുകളുടെ മുൻപാകെ ഇങ്ങനെ ഒരു പുതിയ വിഷയം അവതരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഫണ്ട് ലാപ്സാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രചരണം നടത്തുന്നത് അതൊരു നാനാംകിട ഇടപാടാണ് എന്ന് മാത്രമേ ഞാൻ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് രംഗത്ത് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇപ്പോ ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണി 100% ആത്മവിശ്വാസത്തിലാണ്. അത് ഇടുക്കി ജില്ല ഒന്നാകെയും ലോറൻസ് മേഖലയിൽ മൂവാറ്റുപുഴ, കോതമംഗലം ഉൾപ്പെടെ എറണാകുളം ജില്ലയുടെ ഭാഗമായിട്ടുള്ള പ്രദേശം എടുത്താലും എവിടെ ചെന്ന് അന്വേഷിച്ചാലും UDFന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായ അഭിപ്രായം പറയും. ആ അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിൽ അലോസരപ്പെട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് അനപലഷണീയമായ പ്രവണതകൾ ചെളിവാരി എറിഞ്ഞുകൊണ്ട് എല്ലാ നിലയിലും ഇപ്പോ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്നുള്ളതാണ് ഇവരുടെ പ്രിൻസിപ്പിൾ. ഇവർ ജനങ്ങളുടെ മുമ്പാകെ പരാജയപ്പെട്ടു നിൽക്കുകയാണ്. ജനരോഷം വളരെയധികം ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോ ഇനി മറ്റു രക്ഷയില്ല, എതിരാളിയെ 10 ചീത്ത വിളിച്ചു കളയാം എന്നുള്ള നിലയിൽ ചെളിവാരി എറിയുന്ന ആ ഒരു സംസ്കാരം അത് ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമല്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു. ഒരു പൈസ പോലും ഫണ്ട് ലാപ്സാക്കിയിട്ടില്ല എന്നുള്ളതിന് ഞാൻ അടിവരയിടുന്നു. ഇടുക്കി എം പി എന്നുള്ളതിൽ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ എം പിമാരും, അതിന് ഇടതുപക്ഷ എം പിമാരായിക്കോട്ടെ, എല്ലാ എം പിമാരെയും സംബന്ധിച്ചിടത്തോളം അവർ കൊടുത്തിട്ടുള്ള പ്രപ്പോസലുകൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാലാവധി അതല്ലെങ്കിൽ ആ ഒരു പദ്ധതികൾ അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുന്നതായിരിക്കും. അതല്ലാതെ ഇതുപോലെ ദുഷിച്ച ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഇക്കൂട്ടർക്കെതിരെ ശക്തമായ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഈ മണിയാറൻകുടി റോഡിന്റെ തർക്കമെല്ലാം തീർന്നു തുറന്നോ? ഉടുമ്പന്നൂർ മണിയാറൻകുടി റോഡ് അതിന്റെ ഭരണാനുമതി ലഭിച്ച് എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്ത് ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ചതാണ്. എഗ്രിമെന്റ് എക്സിക്യൂട്ട് ചെയ്തു. ആകെയുള്ള പ്രശ്നം നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ വനംവകുപ്പിന്റെ അനുമതി കൂടി കിട്ടിയെങ്കിൽ മാത്രമേ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടത്തുള്ളൂ. ടെക്നിക്കൽ സാങ്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടരുകയാണ്. വനംവകുപ്പിന്റെ അനുമതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിവേഷ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത്
കാത്തിരിക്കുകയാണ്. ഒരു പേപ്പറും കൂടെ വന്നായിരുന്നു. 6 മീറ്ററാണ് അനുവദിച്ചത്, 8 മീറ്റർ വേണമെന്നും പറഞ്ഞാൽ. ഇല്ലേ 6 മീറ്റർ ഇല്ല, അവർ വന്ന അതിന്റെ അന്വേഷണം നടത്തി. അപ്പോൾ അവർ 8 മീറ്റർ ഇടുന്നതിന് മരം ഒന്നും പോയി അതെന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല, അനുകൂലമാണ് സ്ഥിതി ചെയ്തത്. നമുക്ക് അനുകൂലമാണ്, കാര്യത്തിലല്ലാതെ ദോഷകരമായിട്ടുള്ള ഒരു സാഹചര്യമില്ല. അനുമതി കിട്ടും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഉള്ളത്. എന്ന് വെച്ചാൽ TS കിട്ടാൻ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നും അനുകൂലമായ ഒരു നടപടി ഉണ്ടാകും. നമ്മൾ പകരം ഭൂമി വിട്ടുകൊടുക്കുകയാണ്. തടിയമ്പാടിന്റെ പ്രശ്നം പരിഹരിച്ചോ? തടിയമ്പാട് പാലം അത് ഇടതുപക്ഷ നേതാക്കന്മാർ കാണിച്ചിട്ടുള്ള ആ ഒരു വഞ്ചനാപരമായ സമീപനമാണ് ഇപ്പോൾ പണി തുടങ്ങാത്തതിന് കാരണം. അപ്പൊ ഞാൻ MP എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. 32 കോടി രൂപ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അനുവദിച്ചു. സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് ആ പദ്ധതി വന്നത്. പക്ഷേ അതിന്റെ നടപടിക്രമം അനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റാണ് ഇംപ്ലിമെന്റിംഗ് ഏജൻസി. അപ്പൊ അതിന് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഫൈനലായി നൽകുന്നതിന് വേണ്ടി യാതൊരു തടസ്സവും ഇല്ലാത്തതാണ്. ഒരു കാര്യമില്ലാതെ നമ്മുടെ ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ 3-3.5 മാസക്കാലമായി അവിടെ പെൻഡിങ് കിടക്കുകയാണ്. ഇതിന് മറുപടി പറയേണ്ടത് ധനകാര്യമന്ത്രി, പൊതുമരാമത്ത് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇക്കാര്യത്തിൽ ഇടുക്കിയോട് കാണിച്ച ഒരു വഞ്ചനാപരമായ ഒരു സമീപനമാണ്. പക്ഷെ അതിന്റെ പേരിലൊന്നും അത് ലാപ്സായി പോകത്തൊന്നുമില്ല, നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എങ്ങനെ? കാരണം ഒരു പൈസ സംസ്ഥാന സർക്കാരിന് ബാധ്യതയില്ല. പൂർണ്ണമായി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പൈസയാണ്. 32 കോടി രൂപയും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന പൈസയാണ്. അവർക്കത് വെച്ച് താമസിപ്പിച്ച് അവർ, എനിക്ക് തോന്നുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പദ്ധതി തുടങ്ങി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഇത് കൊണ്ടുപോകുന്നയാള് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു തരത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെയൊക്കെ ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അതിന്റെ ഇതിനകത്ത് എന്താ ന്യായീകരണമുള്ളത്? സംസ്ഥാന ഗവൺമെന്റിന് 5 പൈസ മുടക്കില്ലാത്തൊരു പദ്ധതി. ഇല്ല, അത് ഈ സാമ്പത്തിക വർഷം തന്നെ നിലവിൽ ഈ ദിവസങ്ങളിൽ തന്നെ ആകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേണ്ടതാണ്. ഇനിയും 5-8 ദിവസം കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പലരും പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി. തെരഞ്ഞെടുപ്പ് പ്രവർത്തന സത്യത്തിൽ നിങ്ങൾ കണ്ടതാണല്ലോ. ഐക്യമുന്നണിയുടെ പാർലമെന്റ് കൺവെൻഷൻ ജനപങ്കാളിത്തമുണ്ടും അതോടൊപ്പം തന്നെ ജനാധിപത്യ മതേതര വോട്ടുകളുടെ ഒരു വലിയ ഏകീകരണം സാധ്യമാകും എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു വലിയ കൂട്ടായ്മയായിരുന്നു. അങ്ങനെയൊക്കെ പ്രത്യേകതകളുള്ള ഒരു കൺവെൻഷൻ ആയിരുന്നു ഇവിടെ നടന്നത്. 10,000-കണക്കിന് ആളുകൾ ആ കൺവെൻഷനിൽ പങ്കെടുത്തു. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും UDF വിശ്വാസം അർപ്പിക്കുന്ന 1000-കണക്കിന് ആളുകൾ അവിടെ ഒഴുകിയെത്തുകയായിരുന്നു. അപ്പൊ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. ആ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഞങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ കൺവെൻഷനുകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും മണ്ഡല കൺവെൻഷനുകളുണ്ട്. ഒരു സർവ്വസജ്ജമായ ഒരു സേനാ വിന്യാസം 1315 ബൂത്തുകളിലും സാധ്യമായിരിക്കുന്നു. ഇനി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വർക്കാണ് നടക്കേണ്ടതായിട്ടുള്ളത്. അത് എന്ന് പറയുന്നത് ഈ നാടിനൊരു വിമോചനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഏതെല്ലാം തരത്തിൽ ആ ഒരു ചിന്തയുമായി ഒത്തുചേരാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു വലിയ മുന്നേറ്റം സാധ്യമാക്കുന്ന തരത്തിൽ, എന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ UDFന് അഭിമാനിക്കത്തക്ക ഒരു വിജയമായിരിക്കും ഇടുക്കിയിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ എല്ലാ സൂചനകളും ലഭ്യമായി കഴിഞ്ഞു. ആ നിലയിൽ തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ആ ചെറുതോണിയിലെ കൺവെൻഷൻ കാണുന്ന ആളുകൾ അത് മനസ്സിലാക്കിക്കോട്ടെ. ഐക്യം ആരുടെ ഭാഗത്തായിരുന്നു? 20ഓളം പദ്ധതികൾ ലാപ്സായി പോയെന്ന് പറയുന്നു. മറയൂർ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ 20ഓളം പദ്ധതികൾ അവസാന കാലഘട്ടത്തിൽ കൊണ്ടുവന്ന 20ഓളം പദ്ധതികൾ പുറകെ പുറത്തോട്ട് ലാപ്സായി പോയെന്ന് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് മറയൂർ കുടിവെള്ള പദ്ധതിയാണ്. അത് ഉൾപ്പെടെ അതായത് ഞാനതിന് എങ്ങനെ മറുപടി പറയണം? ഞാൻ ഏതായാലും മറ്റു വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഈ കാര്യങ്ങൾ അറിയാവുന്ന ആള് തനിക്കൊരു തെറ്റുപറ്റി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച സംഭവിച്ചു കഴിയുമ്പോൾ മറ്റൊരാളുടെ മേലെ ചാർത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഏത് തരത്തിലാണ് വിശേഷിപ്പിക്കേണ്ടത് എന്ന് എനിക്കറിയത്തില്ല. ഈ വീണ്ടെടുത്ത് കിടന്ന് ഉരുളുക എന്ന മലയാളത്തിലൊരു പ്രയോഗമുണ്ട്. വീണുപോയി, പിന്നെ അവിടെ കിടന്നിങ്ങനെ ഉരുളുകല്ലേ പറ്റുള്ളൂ. അതായത് MP ഫണ്ട് എന്ന് പറയും. ഇപ്പൊ ഞാൻ എൻ്റെ കാലാവധി പൂർത്തീകരിച്ചു. എനിക്ക് ശേഷം വരുന്ന 2024 മുതൽ 2029 വരെയുള്ള കാലാവധി
ആ കാലാവധിയിൽ ഇനി ഞാൻ തന്നെ എം പി ആയി തുടരുമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അപ്പോഴും ഈ 2019-2024 MB ഫണ്ടിന്റെ ഞാനിപ്പോൾ സംസാരിച്ചതായ ഈ വർക്കുകളുണ്ടല്ലോ, ഇത് സംബന്ധിച്ച് അതിന്റെ കൃത്യമായ മോണിറ്ററിങ്ങും അതിന്റെ കൃത്യമായ എന്താ പദ്ധതികളുടെ പൂർത്തീകരണം, നടത്തിപ്പ് അവകാശം ഇതെല്ലാം ചെയ്യുന്ന ആരാന്നറിയും? ജില്ലാ കളക്ടറാണ്. എന്നുവെച്ചാൽ 2014 to 2019 ആ ഒരു ടെന്യൂർ കഴിഞ്ഞു. 2019 ഞാൻ ജയിച്ചു കഴിഞ്ഞു. എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു വർക്കിന്റെ ഒരു കുത്തോ കോമയോ പുള്ളിയോ ഒരു സെന്റൻസോ ഒന്നും നോക്കാൻ പോലുള്ള അവകാശമില്ല. അത് ജില്ലാ കളക്ടറാണ്. അത് ജില്ലാ ഭരണകൂടവും ഈ MB ഫണ്ട് ഗൈഡ് ലൈൻസ് അനുസരിച്ചുള്ള മറ്റ് നടപടിക്രമങ്ങളുമാണ്. അത് പിന്നീട് വരുന്ന ആൾക്ക് നോക്കാനുള്ള അവകാശമില്ല. അത് MB മാർ എന്നുള്ളതല്ലല്ലോ. ഇപ്പൊ MB മാർ അല്ലെങ്കിൽ MLA മാർ എന്ന് പറയുന്നത് ഇപ്പൊ ഇതനുസരിച്ച് ഈ ഫണ്ട് വിനിയോഗിക്കുന്നതിന് വേണ്ടി ശുപാർശ നൽകാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാണ്. ഗൈഡ് ലൈൻസ് അനുസരിച്ച് അവരുടെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ ജില്ലാ കളക്ടറും പദ്ധതി നിർവഹണ ഏജൻസികളുമാണ് നടത്തുന്നത്. ഈ അദ്ദേഹം ആരോപിക്കുന്നത് പോലെ ഏതെങ്കിലുമൊക്കെ പദ്ധതി മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് ജില്ലാ കളക്ടറോട് ചോദിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് മുടങ്ങിപ്പോയി, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്താണ് അതിന്റെ സ്ഥിതി എന്നുള്ളത് മറുപടി പറയേണ്ടത് ഈ പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതാണ്. അപ്പൊ അതിനർത്ഥം എന്തെന്നറിയോ? അന്ന് ഈ ഏതെങ്കിലും മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിന് സംഭവിച്ച ഒരു വീഴ്ചയാണ്. ആ വീഴ്ച മറച്ചു വെക്കുന്നതിന് വേണ്ടി ഇനി അദ്ദേഹം ശുപാർശ ചെയ്തെന്ന് വിചാരിക്കുക. അത് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് തന്നെ സംഭവിച്ച വീഴ്ചയാണ്. ആ വീഴ്ച മറ്റാരുടെയെങ്കിലും മേലെ ചാർത്തി കൊടുക്കുന്നതിന് വേണ്ടി ഒരു കാര്യം കൂടി സാന്ദർഭികമായി ഞാൻ പറയാം. മൂവാറ്റുപുഴയിൽ നിങ്ങൾ ചിലരുടെ നിങ്ങൾ കേട്ടിട്ടില്ല, ഒരു വലിയ വെയിറ്റ് ഷെഡ് അവിടെ പണിതിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ ഒരു പത്രസമ്മേളനത്തിൽ ആ വെയിറ്റ് ഷെഡിനെ കുറിച്ച് ഒരിടത്ത് ഞാൻ പരാമർശിച്ചിട്ടേ ഇല്ല. വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ പറയാം. ആ വെയിറ്റ് ഷെഡ് കുറെ ആക്ഷേപം ഉണ്ടാക്കി. ആ വെയിറ്റ് ഷെഡിന്റെ പേരിൽ ആക്ഷേപം ഉണ്ടായതിനു ശേഷം ഇദ്ദേഹം ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന മറുപടി എന്നത് അദ്ദേഹം അതിന്റെ ബില്ല് മാറി കൊടുക്കരുത് എന്ന് പറഞ്ഞു. പിന്നീട് വന്ന ആള് അത് ബില്ല് മാറി കൊടുക്കാൻ വേണ്ടി എന്തോ കഥകളി കഴിച്ചു. അവിടുത്തെ മുനിസിപ്പൽ ഭരണാധികാരികൾ എന്ന് വെച്ചാൽ ഇപ്പൊ UDF ആണ് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്, എന്തോ കഥകളി കഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ധ്വനിയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു, ഈ മൂവാറ്റുപുഴ വെയിറ്റ് ഷെഡ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പണിയും പൂർത്തീകരിച്ച് ഇദ്ദേഹം തന്നെ അതിന്റെ ഉദ്ഘാടനം ചെയ്തു. അപ്പോ അങ്ങനെയാണ് അന്ന് അത് വിവാദമായി. പിന്നെ ബില്ല് മാറിപ്പോയില്ല എന്നുള്ളത് സത്യം, ബില്ല് മാറിപ്പോയിട്ടുണ്ടായിരുന്നില്ല. ഇനി ബില്ല് മാറിയിട്ടുണ്ടെങ്കിൽ അത് എറണാകുളം ജില്ലാ കളക്ടർ അതിന്റെ ഉത്തരവാദിത്വം. ഞാൻ മുമ്പ് പറഞ്ഞ കാരണം വെച്ചുകൊണ്ട്, കാരണം 2019 ശേഷം അത് നോക്കേണ്ട ആള് ഞാനല്ല, ജില്ലാ കളക്ടറാണ്. ബില്ല് മാറി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ പേരിൽ ഈ വീഴ്ചകൾ സംഭവിച്ചതിന് മറ്റുള്ള ഒരാളുടെ മേലെ അങ്ങ് ചാർത്തി കൊടുത്ത് രക്ഷപ്പെട്ടു പോകാം എന്നുള്ള ഒരു ചിന്തയിലാണ് അദ്ദേഹം. വീണെടുത്ത് കിടന്ന് ഉള്ളിയാണ്, വീട് പോയി അവിടെ കിടന്ന് ഉള്ളിലോട്ടിരിക്കുക. ഞാൻ ഏതായാലും ചെറുതോണി പ്രസ് ക്ലബിൽ ഞാനിപ്പോ പത്രസമ്മേളനം നടത്തുമ്പോൾ 5 വർഷക്കാലം എന്നുള്ള നിലയിൽ എല്ലാ തരത്തിലും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ പരിപൂർണമായ സഹകരണം നൽകിയിരുന്നു. നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള ഏതുമായ പിന്തുണയും സഹായ സഹകരണവും പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരോടും എല്ലാ സഹായങ്ങളും വന്നെത്തിയ എല്ലാവർക്കും നന്ദി.